മോഡേൺ രീതിയിലുള്ള ഒരു റൂഫ് മേക്കിംഗ് ആണ് ഇന്നത്തെ വീഡിയോ. ഈ ഭാഗത്ത് നമുക്കൊരു റൂഫ് പണിയണം. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽസൊക്കെ നമ്മൾ എടുത്തിരിക്കുകയാണ്. അലൂമിനിയം ഷീറ്റും ഹെവി ട്രസ് വർക്കുമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പോസ്റ്റിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സ്ക്വയർ ട്യൂബ്, ഈ 4x4 സ്ക്വയർ ട്യൂബാണ്. സാധാരണ പോസ്റ്റ് നമ്മൾ റൗണ്ടിലാണ് ചെയ്യുന്നത്. ഇത്തവണ ഒരു മോഡേൺ റൂഫ് വർക്ക് ആയതുകൊണ്ട് ഇത് സ്ക്വയറിലാണ് ചെയ്തെടുക്കുന്നത്. മൊത്തം 6 പോസ്റ്റാണ് നമ്മൾ കൊടുക്കുന്നത്. എൻ്റെ പ്ലേറ്റ് വെച്ച് മുറുകി ഇതിനകത്ത് വെച്ച് വെൽഡ് ചെയ്തെടുക്കും. 6 പോസ്റ്റും ബീമും സെറ്റ് ചെയ്തിട്ടുണ്ട്. മൂന്നുക്കൊന്നരയുടെ സ്ക്വയർ ട്യൂബാണ് നമ്മൾ ട്രസ് വർക്കിന് ഉപയോഗിക്കുന്നത്. സൈഡിൽ നമ്മൾ വി ബോർഡൊക്കെ കൊടുത്ത് ബോർഡർ അടിച്ച് ചെയ്യുന്നൊരു റൂഫ് മേക്കിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് ട്രസ്സൊക്കെ കറക്റ്റ് ഭാഗത്ത് ഇതിൻ്റെ ഈ അകത്തൊക്കെ ഇങ്ങനെ വെട്ടിയിറക്കി ഇടണം. ഒരു 4 ട്രസ്സാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ വീതി വരുമ്പം 20 അടി നീളവും 18 അടി വീതിയുമാണ്. ഒരു കായൽക്കരയോട് ചേർന്നിരിക്കുന്ന ഒരു വീടിൻ്റെ റൂഫാണ് ചെയ്യുന്നത്. നല്ല കാറ്റൊക്കെ ഉള്ളൊരു മേഖലയാണ്. ഇതുകൊണ്ട് ഇതുപോലുള്ള നല്ല ലൊക്കേഷനാണ്. ഇപ്പോൾ റൂഫിൻ്റെ ട്രസ്സും ഫർലൈനും എല്ലാം സെറ്റ് ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഷീറ്റ് അടിക്കണം. അലൂമിനിയം ഷീറ്റാണ് കൊടുക്കുന്നത്. പിന്നെ അക്വസ്റ്റാറിൻ്റെ മഴവെള്ളപ്പാത്തി, പിന്നെ വി ബോർഡ് കട്ട് ചെയ്ത് ഇതിൻ്റെ സൈഡിൽ ബോർഡർ കൊടുക്കണം. ഒരു 8 ഇഞ്ച് ഗ്യാപ്പിലാണ് നമ്മൾ ആ വി ബോർഡ് സെറ്റ് കൊടുക്കുന്നത്. ഫ്രെയിം അടിച്ചതിന് ശേഷം ഈ വി ബോർഡ് ഇതിൽ വെച്ച് സ്ക്രൂ ചെയ്തെടുക്കും.
റൂഫ് വർക്കിൻ്റെ പണികളെല്ലാം കഴിഞ്ഞ് ഇനി ഇതിൻ്റെ സൈഡിൽ ഗ്രില്ല് സെറ്റ് ചെയ്യണം. 3x1 സ്ക്വയർ ട്യൂബ് നീളത്തിൽ വെച്ചിട്ട് അതിനകത്ത് 1.5 4 സ്ക്വയർ ട്യൂബാണ് കൊടുക്കുന്നത്. അങ്ങനെ റൂഫ് വർക്കും ഗ്രില്ല് വർക്കും ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലേക്ക് കുറച്ച് ഡെക്കറേഷൻ വർക്കുകൾ കൂടി നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പൂക്കൾ വയ്ക്കാനുള്ള ചെടിച്ചട്ടി സ്റ്റാൻഡും പിന്നെ ടെറക്കോട്ട ജാളി സെറ്റിങ് എല്ലാം നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം.